ഹായ് ഓൾ, എല്ലാവർക്കും വർക്ക്ഷോപ്പ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാട്ടർ ക്യാനാണ്. അതായത് നമ്മൾ ചെടിയൊക്കെ നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാട്ടർ ക്യാൻ നമ്മൾ വെറും 50 രൂപ ചിലവിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വാട്ടർ ക്യാൻ നമ്മൾ ലോക്കൽ മാർക്കറ്റുകളിലൊക്കെ ഒരു 140 രൂപയ്ക്ക് മുകളിലാണ് എമൗണ്ട് വരുന്നത്. പക്ഷേ നമുക്ക് വീട്ടിലുള്ള പഴയ ഐറ്റംസൊക്കെ വെച്ച് സിമ്പിളായിട്ട് 50 രൂപ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഈ വർക്കിന് നമുക്ക് ആദ്യം തന്നെ മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ക്യാനാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു PVC FTA ആൻഡ് MTA അങ്ങനെ 2 ത്രെഡ്, പുറത്ത് ത്രെഡുള്ള 2 ഫിറ്റിങ്സും ആവശ്യമുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ആ പ്ലാസ്റ്റിക് ക്യാനിൻ്റെ ആ ക്യാപ്പുള്ള ഭാഗത്ത് ഏറ്റവും അടിയിലായിട്ട് മാക്സിമം അടിയിലായിട്ട് തന്നെ ചെയ്യണം. നമുക്ക് ആ PVCയുടെ MTA നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ ആ ത്രെഡിൻ്റെ സൈസ് റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്ത് ആ മാർക്കിങ്ങിനനുസരിച്ച് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. അടുത്തായിട്ട് നമ്മളെടുത്ത MTA നമ്മൾ വീഡിയോ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊന്ന് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ആ ക്യാൻ്റെ മൂടി തുറന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ MTA ആ മൂടിയുടെ ഉള്ളിൽ കൂടെ ആ ക്യാൻ്റെ അകത്തേക്ക് കടത്തണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ക്യാൻ്റെ അളവനുസരിച്ച് മൂടി കടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അടിച്ച് തള്ളി കയറ്റി കടത്തി വെച്ചാൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട MTA ഒരു ആക്സോ ബ്ലേഡോ അല്ലെങ്കിൽ ഒരു കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് തള്ളി ആ ഹോളിട്ട ഏരിയയിലേക്ക് ആക്കിയെടുക്കണം. അതിനുശേഷം നമ്മളൊരു വിരലോ എന്തെങ്കിലും ടൂളൊക്കെ ഉപയോഗിച്ച് ആ ഹോളിലൂടെ ആ MTAയുടെ ത്രെഡ് പുറത്തേക്ക് എടുക്കണം. ഇനി നമ്മളിവിടെ ഒട്ടിക്കാനൊക്കെ ആയിട്ട് എറാൾഡൈറ്റ് എന്ന് പറഞ്ഞ ഗമ്മ ഉപയോഗിക്കുന്നത്. അപ്പോൾ എറാൾഡൈറ്റ് മിക്സ് ചെയ്യുന്ന രീതി ഞാൻ എല്ലാ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ എറാൾഡൈറ്റിൻ്റെ ഉള്ളിലുള്ള 2 ട്യൂബുകൾ എടുത്ത് ആ 2 ട്യൂബും ഈക്വൽ റേഷ്യോയിൽ മിക്സ് ചെയ്തെടുത്താൽ അത് നല്ല രീതിയിലുള്ളൊരു ഗമ്മായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ ക്യാനിൽ വെള്ളം ലീക്ക് ചെയ്യാനുള്ള ഏരിയയിലൊക്കെ നമ്മൾ ഈ എറാൾഡൈറ്റ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കൂടാതെ ആ MTA വെച്ചതിൻ്റെ ത്രെഡിലും കുറച്ച് എറാൾഡൈറ്റ് വെച്ച് ഒന്ന് ഒട്ടിക്കണം. ഒട്ടിക്കുന്നതല്ല, നമ്മൾ എറാൾഡൈറ്റ് തേച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ FTA എന്ന് പറയുന്ന അടുത്ത ഫിറ്റിങ്സ് ഞാൻ ആദ്യം കാണിച്ചായിരുന്നു. അപ്പോൾ ആ ഫിറ്റിങ്സ് കൂടി കയറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതുപോലെ ഒരു 1 ഇഞ്ചിൻ്റെ PVC സ്റ്റോപ്പറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പറിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഹോളുകൾ ഉണ്ടാക്കണം. ഏകദേശം ഇതൊരു ഷവറിൻ്റെ മോഡലാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടി ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഹോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീനൊന്നും വേണം നിർബന്ധമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കമ്പിയൊക്കെ ചൂടാക്കി ഹോൾ ഇടാവുന്നുള്ളൂ. PVC ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഹോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹോളുകളൊക്കെ ഇട്ട് ആ സ്റ്റോപ്പർ ഷവർ മോഡലാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ഒരു PVC 45 ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 45ഉം ചെറിയൊരു PVC പൈപ്പ് 3/4 ഇഞ്ചിൻ്റെ തന്നെ അതിൻ്റെ ഒരു പീസും അത് തമ്മിലൊന്ന് ഒട്ടിക്കുകയാണ് വീഡിയോ കാണുന്ന പോലെ. അത് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പശ എന്ന് പറയുന്നത് PVC സോൾവെൻ്റ് എന്ന് പറയുന്ന PVC ഒട്ടിക്കുന്ന പശ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ PVCയുടെ 3/4 ഇഞ്ച് തന്നെ ഒരു പൈപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഈ പൈപ്പിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന വാട്ടർ ക്യാനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയുള്ള വീഡിയോയിൽ പറയാം. അപ്പോൾ ആ PVC പൈപ്പും അതിൻ്റെ ഫ്രണ്ടിൽ അടുത്ത ഒരു 45ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫിറ്റ് ചെയ്ത് വെക്കണം. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഷവർ പോലെ റെഡിയാക്കി ആ സ്റ്റോപ്പറും ഫിറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ PVC സോളൻ്റ് വെച്ച് തന്നെയാണ് ഇതെല്ലാം ഒട്ടിക്കുന്നത്. അപ്പോൾ 45 ഒട്ടിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും സ്ട്രെയിറ്റ് നേരെ തന്നെ നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ആ സ്റ്റോപ്പർ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു PVC റെഡ്യൂസർ ഉപയോഗിക്കുകയാണ്. കാരണം 1 ഇഞ്ചിൻ്റെ സ്റ്റോപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് 3/4 അപ്പോൾ 3/4 ഇഞ്ചിന് 1 ഇഞ്ച് ആക്കുന്ന ഒരു PVC റെഡ്യൂസറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റെഡ്യൂസർ നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ പൈപ്പുകളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം നമ്മുടെ വാട്ടർ ക്യാൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പൈപ്പിൻ്റെ ഫിറ്റിങ്സ് എല്ലാം വീഡിയോ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ ചരിവൊന്നുമില്ലാതെ നേരെ തന്നെ ഒട്ടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമ്മൾ ഈ പൈപ്പിന് സ്റ്റേ കൊടുത്തില്ലെങ്കിൽ വല്ലാതെ ആടുന്നതായിട്ടൊരു ഇഷ്യൂ ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു കുടയുടെ കമ്പിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കമ്പിയുടെ ഒരു സൈഡിലൊരു ഹോളും കുറച്ച് പരന്ന ഭാഗവും ഉണ്ട്. നമുക്ക് അടുത്ത സൈഡിലും അതുപോലെ തന്നെ ഒരു ഹോളും ഒരു പരന്ന ഭാഗവും ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രൂ ഉപയോഗിച്ച് ആ പൈപ്പും ആ ക്യാനുമായിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത കമ്പി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റേ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും. അപ്പോൾ നമ്മുടെ വാട്ടർ ക്യാൻ ഉണ്ടാക്കുന്ന പരിപാടികളെ കംപ്ലീറ്റ് ആയി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഭംഗിയാക്കാനായിട്ട് കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് വാട്ടർ ക്യാൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്ക്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ മുഴുവനായി ക്ഷമയോടെ ഇരുന്ന് കണ്ടതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.